إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. അള്ളാഹുവിൻ്റെ ഏകത്വം എന്നത് വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു കാണുന്ന ഒരു ആദർശമാണ്. ഈ ആദർശത്തെ മനുഷ്യന് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് എന്ന ആശയം വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. സൂറത്തുൽ അഅറാഫിലെ 172 വചനം, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ഷഹിദ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? എല്ലാവരും അത് അംഗീകരിച്ചു. ഷഹീദന, ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന്. ഈ ആശയം വരുന്ന ഹദീസും നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു ഖുദ്സിയായ ഹദീസിൽ നരകക്കാരനായ ഒരാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ അകുൻത തഫ്തദി ബി. ഭൂമിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിച്ചാൽ ആ അനുഗ്രഹങ്ങൾ പ്രായശ്ചിത്തമായി നൽകി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്രമിക്കുമോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതെ എന്ന് ആ മനുഷ്യൻ മറുപടി പറയും. ആ സമയം അള്ളാഹു അവനോട് പറയും, ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദാ വ അൻത ഫീ സുൽബി ആദം. നീ ആദമിൻ്റെ മുതുകിലായിരുന്ന സന്ദർഭത്തിൽ ഇതിനേക്കാളും നിസ്സാരമായ ഒരു കാര്യമായിരുന്നു ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. അല്ലാ തുശ്രിക് ബി, ആ കാര്യമെന്നത് നീ എന്നിൽ ആരെയും പങ്കു ചേർക്കരുത് എന്നായിരുന്നു. ഫഅബൈത അല്ലാ തുശ്രിക, പക്ഷെ നീ വിസമ്മതിച്ച് ആ ശിർക്ക് ചെയ്യുകയാണുണ്ടായത് എന്ന് അള്ളാഹു പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് പകർത്താനുള്ള പാഠം എന്നത് ശിർക്കിനെതിരിൽ തൗഹീദിലായി നിലകൊള്ളലാണ് നമ്മുടെ ബാധ്യത എന്നതാണ്. അതാണ് ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും, മാ അൻഅമല്ലാഹു അസ്സ വജല്ല അലൽ ഇബാദി നിഅമതൻ മിൻ അൻ അറഫഹും അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമെന്നത്
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൻ്റെ ആദർശം അവരെ പഠിപ്പിച്ചു എന്നതാണ്. വ ഇന്ന ലാ ഇലാഹ ഇല്ലല്ലാ ലഹും ഫിൽ ആഖിറതി കൽ മാഇ ഫിദ് ദുനിയ. ഈ ഐഹിക ജീവിതത്തിൽ വെള്ളം എന്ന മഹത്തായ അനുഗ്രഹം മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പരമപ്രാധാന്യമുള്ളതാണ്, അതുപോലെയാണ് പരലോക വിജയത്തിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. വെള്ളം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെക്കാളും പരമപ്രധാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ പിന്നിലായി ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. മനുഷ്യർക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന് മനുഷ്യരോടുമുള്ള ബാധ്യത എന്ത് എന്ന് നിനക്കറിയുമോ? മുആദ് പറയുന്നു, അല്ലാഹു വ റസൂലുഹു അഅലം. ആ വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിനും പിന്നെ റസൂലിനുമാണ് അറിയുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും അവനിൽ ഒന്നിലെയും പങ്കു ചേർക്കാതിരിക്കലുമാണ്. വഹഖുൽ ഇബാദി അലല്ലാ. എന്നാൽ അള്ളാഹുവിന് പടപ്പുകളോടുള്ള മനുഷ്യരോടുള്ള ബാധ്യത അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ. അവനിൽ പങ്കു ചേർക്കാതെ ജീവിച്ചവരാരോ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന് മനുഷ്യരോടുള്ള ബാധ്യത, കടമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദഹു ലാ ശരീക ല. നമ്മുടെ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനകളിൽ അതുണ്ട്, നമ്മുടെ പ്രഭാത പ്രദോഷ ദിക്റുകളിൽ അതുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നാം നിർവഹിക്കുന്നതാണ് ഈ പ്രഖ്യാപനം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ ഖാതൽ. പക്ഷേ ഈ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരം ഇന്നെവിടെ? ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ സാധിക്കുന്നവരും അത് അനവധി തവണ ഉരുവിടുന്നവരുമാണ് മുസ്ലിം ഉമ്മത്ത്. പക്ഷേ അതിൻ്റെ സാക്ഷാത്കാരം എന്നത് ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, കൈഫ യുഹഖിഖുൽ മുസ്ലിമു തൗഹീദ്. ഒരു മുസ്ലിം തൗഹീദിനെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുക? അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ബി ഇഖ്ലാസിൽ ഇബാദത്തി ലില്ലാഹി വഹ്ദ. അള്ളാഹുവിന് മാത്രം അവനുള്ള ഇബാദത്ത് നിർവഹിക്കലാണ് അതിൽ പ്രധാനം. വ അല്ലാ യദ്ഉ ഇല്ലല്ലാ. അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കൽ. വ അല്ലാ യസ്തഗീസ ബിഹി ഇല്ലാ ബില്ലാ. അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് സഹായം തേടാതിരിക്കൽ. വലാ യതവക്കലു ഇല്ലാ അലൈഹി. ആ അള്ളാഹുവിലല്ലാതെ ഭരമേൽപ്പിക്കാതിരിക്കുക, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക. വലാ യുൻദിറു ഇല്ലാ ലഹു. അവൻ അള്ളാഹുവിനല്ലാതെ നേർച്ച നേരുകയില്ല. വലാ യദ്ബഹു ഇല്ലാ ലഹു. അള്ളാഹുവിനല്ലാതെ അവൻ്റെ ബലികർമ്മങ്ങൾ അവൻ നിർവഹിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊള്ളുന്ന ആദർശമാണ് ഈ മറുപടിയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിന്, പ്രാർത്ഥനകളും നേർച്ചകളും ബലിയും തേട്ടവും ചോദ്യവും എല്ലാം അള്ളാഹുവിന്. ബലിയറുക്കുന്നുവെങ്കിൽ, നേർച്ച നേരുന്നുവെങ്കിൽ, ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ അതെല്ലാം അള്ളാഹുവിന് മാത്രമാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു പ്രതിജ്ഞ പോലെ നമ്മെ പഠിപ്പിച്ചത്. ഖുൽ ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി
ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇത് ഓരോ മുസ്ലിമിൻ്റെയും പ്രതിജ്ഞയാണ്. തീർച്ചയായും എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ്. അവന് യാതൊരു നിലക്കുള്ള പങ്കുകാരുമില്ല. അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഈ നിലക്ക് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒന്നാമൻ ഞാനാണ് എന്ന് ഓരോ മുസ്ലിമും പ്രഖ്യാപിക്കണമെന്നതാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനിതാ ഈ ആകാശഭൂമികളെയും അതിലെ ചരാചരങ്ങളെയും പടച്ച അവനിലേക്ക് ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. അവനിൽ ഒരു നിലക്കും പങ്കു ചേർക്കാതെ ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്ന്. ഈ ആദർശത്തിനെതിരിൽ ആര് നിലകൊണ്ടാലും അവരെ അള്ളാഹുവിന് വേണ്ട, അവർ സമൂഹത്തിൽ എത്ര ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവരാണെങ്കിലും അള്ളാഹു അവരിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്. അവരെ അള്ളാഹു കൈവിട്ടിട്ടുണ്ട്. അവരുടെ കർമ്മങ്ങളെ അള്ളാഹുവിന് വേണ്ട. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പേജിൽ മാത്രം 18 നബിമാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 18 നബിമാരുടെ പേരുകൾ സൂറത്തുൽ അൻആമിലാണ് ആ പേജ് നമുക്ക് കാണാൻ കഴിയുക. ആ നബിമാരുടെ വിശേഷണങ്ങൾ അള്ളാഹ് നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നർഫഉ ദറജാതി മൻ നശാ, നാം അവർക്കിതാ ഉന്നതമായ പദവികൾ ഉയർത്തു കൊടുത്ത കാര്യം. കുല്ലൻ ഹദൈന, ആ നബിമാരൊക്കെ നാം ഹിദായത്തിലാക്കിയവരാണ്. വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ, ആ നബിമാർ ലോകരെക്കാൾ നാം അവർക്ക് ഫളല് നൽകിയിട്ടുണ്ട്. വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തി മുസ്തഖീം, നാം അവരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് നേരായ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട് അവരെ. ഉലൈകല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദി, അവർ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലാണ് ജീവിച്ചത്. ആ സന്മാർഗം നീയും പിന്തുടർന്നോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് അള്ളാഹ് കൽപ്പിച്ചു. ഇങ്ങനെയൊക്കെ ആ നബിമാർക്ക് വിശേഷണം പറഞ്ഞിട്ട് അള്ളാഹ് ഒരു കാര്യം പറയാൻ വിട്ടിട്ടില്ല. അതെന്താ? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ ശ്രേഷ്ഠതകളൊക്കെയുള്ള നബിമാർ അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവരെ ചെയ്ത പ്രവർത്തനങ്ങൾ, കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോകും എന്നത്. നോക്കൂ നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, തൗഹീദ് വിട്ടിട്ട് നമുക്ക് ഈ ഭൗതിക ലോകത്ത് എന്ത് സ്ഥാനം ലഭിച്ചിട്ടും കാര്യമില്ല. തൗഹീദ് ഉള്ളതോടൊപ്പം എല്ലാം ആവാം. അള്ളാഹു നബിമാരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഉന്നത സ്ഥാനമുണ്ടായ ഈ ആളുകൾ ലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും പങ്കു ചേർത്താൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അത് അഷ്റഫുൽ ഖൽക്കിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് വഹീദ നൽകപ്പെട്ടിരിക്കുന്നു, മുമ്പ് നബിമാർക്ക് പറഞ്ഞു കൊടുത്ത വഴിയെ. താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോടാണ് താങ്കൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് താങ്കൾ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ, അള്ളാഹു അല്ലാത്തവരിൽ താങ്കൾ ഭരമേൽപ്പിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് താങ്കൾ ബലി കൊടുത്താൽ, അള്ളാഹു അല്ലാത്തവരെ താങ്കൾ ഭയപ്പെട്ടാൽ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് താങ്കൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ എന്തെങ്കിലും ചെയ്താൽ ആ ശിർക്ക് പൊറുക്കാത്ത പാപമാണ്. താങ്കൾ നഷ്ടകാരികളിൽപ്പെടും. ഈ ആയത്തുകൾക്കൊക്കെ നാസിറു സഅദി റഹിമഹുല്ല വിശദീകരണം നൽകിയത് കാണാം. ഫഇന്ന ശിർക മുഹ്ബിത്തുൽ ലിൽ അമൽ. എന്താ കാരണം? ശിർക്ക് എന്നത് കർമ്മങ്ങളെ പൊളിച്ചു കളയുന്നതാണ്. മൂജിബുൽ ലിൽ ഖുലൂദി ഫിന്നാർ, അത് നരകത്തിൽ ഒരു മനുഷ്യനെ ശാശ്വതമാക്കുന്നതാണ്. ഫഇദാ കാന ഹൗലാഇ സഫവത്തുൽ അഖ്യാറു, ഈ അത്യുത്തന്മാരായ അതിശ്രേഷ്ഠരായ ഈ നബിമാർ ലൗ അശ്റകൂ, അവർ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലഹബിതത അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. ഫഗൈറുഹും ഔലാ, ആ നബിമാരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെങ്കിൽ നബിമാർക്ക് താഴേക്കിടയിലുള്ള ഈ ഉമ്മത്തിലെ ആര് ശിർക്ക് ചെയ്താലും അവിടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. ഇതാണ് അതിൻ്റെ ഗൗരവം. ഇതാണ് മില്ലത്തു ഇബ്രാഹിമിൻ്റെ കാതൽ. ഇസ്ലാമിൻ്റെ ജീവൻ എന്നത് ഇതാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവൻ എന്നത് ഇതാണ്. ഇതില്ലെങ്കിൽ ഒരു മനുഷ്യൻ അവന് മറ്റ് ഏതനുഗ്രഹങ്ങൾ ലഭിച്ചാലും ഒന്നുമല്ല എന്ന് നാം തിരിച്ചറിയുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد. നാട്ടിലെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അറിയുന്നവരും അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരുമാണ് എൻ്റെ ശ്രോതാക്കൾ. നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സുരക്ഷ, നമ്മുടെ നിർഭയത്വം, നമുക്ക് ലഭിക്കേണ്ട കാവൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതാണ്. അള്ളാഹു കാവൽ നൽകിയാൽ മറ്റൊരാളുടെ കാവലും ഒന്നുമല്ല. അള്ളാഹു കൈവിട്ടാൽ ലോകം മുഴുവൻ നമ്മെ കാക്കാൻ നിന്നാലും അതുകൊണ്ട് പ്രയോജനവുമില്ല. അതുകൊണ്ട് ദീനിലേക്കും അള്ളാഹുവിലേക്കും കൂടുതൽ കൂടുതൽ അടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആകസ്മിക ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് മുമ്പ് നാം നല്ല ആരോഗ്യത്തിലും നല്ല കരുത്തിലും എല്ലാമാണെങ്കിലും ആ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള മുസീബത്തുകളും പരീക്ഷണങ്ങളുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കാം. അതിലേറ്റവും പ്രധാനം പ്രാർത്ഥനകളും ദിക്റുകളും തന്നെയാണ്. അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ആ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം ثلاث مرات لم تصبه فجأة بلاء حتى يصبح ومن قالها حين يصبح 3 مرات لم تصبه فجأة بلاء حتى يمسي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിത്യവും അവൻ്റെ പ്രഭാത സമയത്ത് 3 നേരവും വൈകുന്നേര സമയങ്ങളിൽ 3 നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം, അള്ളാഹുവിൻ്റെ നാമം അത് ഉച്ചരിക്കുക വഴി ഉപരിലോകത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു നിലക്കുമുള്ള ഉപദ്രവം ബാധിക്കുന്നതല്ല എന്ന് ഒരാൾ ഉരുവിട്ടാൽ ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് അവന് കാവൽ ലഭിക്കും എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു തളർവാദം പിടിപെട്ടു. അപ്പോൾ അബാനിൽ നിന്ന് ഈ ഹദീസ് കേട്ട ഒരാൾ അബാനിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കി. കാരണം ഇന്ന ദിക്റ് ചൊല്ലിയാൽ ഇന്ന അപകടം ഉണ്ടാവുകയില്ല എന്നാണല്ലോ, എന്നിട്ടും എന്ത് നിങ്ങൾക്കിത് ബാധിച്ചത് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫവല്ലാഹി മാ കദബ്തു അലാ ഉസ്മാൻ, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ കളവാക്കുന്നില്ല. വലാ കദബ ഉസ്മാനു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലും കളവ് പറയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാനും ഉസ്മാനിൽ നിന്ന് കേട്ട് ഈ ഹദീസ് സ്വീകരിച്ച ഞാനും ഇത് കളവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വലാകിന്നൽ യൗമല്ലദീ അസാബനി ഫീഹി മാ അസാബനി വളിബ്തു ഫനസീതു അൻ അഖൂലഹ, എനിക്ക് തളർവാദം പിടിപെട്ട അന്ന് രാവിലെ എനിക്കൊരു കോപം, ഒരു ദേഷ്യമുണ്ടായി. അത് കാരണം അന്ന് ഈ ദിക്റ് ചൊല്ലാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിന്നി ലം അഖുൽഹു യൗമഇദിൻ ലിയുംളിയല്ലാഹു അലയ്യ ഖദറഹു, ഞാനത് പറയാതിരുന്നത് ഒരുപക്ഷെ അള്ളാഹു നിശ്ചയിച്ച ഒരു ഖദർ എന്നിൽ സംഭവിക്കാനായിരിക്കും. ഇതാണ് അവർക്ക് അള്ളാഹുള്ള വിശ്വാസം എന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദിക്റുകൾ പതിവായി നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇദാ ദക്കറ റജുൽ ഇസ്മഹു അലാ തുആമിൻ അൻ ഇഅ്തിഖാദി ഹസനിൻ വനിയ്യത്തിൻ ഖാലിസ, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയം ബിസ്മില്ല എന്ന് അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസത്തിലും ആത്മാർത്ഥതയോടെ ഒരാൾ ഉച്ചരിച്ചാൽ ലാ യളുറുഹു ദാലിക തുആം, ആ ഭക്ഷണം കൊണ്ട് അവനൊരു ഉപദ്രവം ഉണ്ടാവില്ല. വലൗ ദക്കറ ഇസ്മഹു അലാ വജ്ഹി അദുവിൻ,
ഒരു ശത്രുവിൻ്റെ മുമ്പിലാണ് ഒരാൾ ബിസ്മില്ല എന്ന് ഉച്ചരിക്കുന്നതെങ്കിൽ ലാ യഗ്ഫറു അലൈഹി അദുബുഹു, ആ ശത്രു അവനെ ഒരിക്കലും അതിജയിക്കുകയുമില്ല. വകദാലിക ജമീഉൽ അഷ്യ, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ നേടിയെടുക്കലാണ് നിർഭയത്വത്തിനും സുരക്ഷയ്ക്കും എല്ലാവിധ കാവലിനുമെന്നാണ് പറഞ്ഞു വരുന്നത്. പ്രാർത്ഥനാ ദിക്റുകൾ പതിവായി നിർവഹിച്ച് റബ്ബിൻ്റെ സാമീപ്യം നേടാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകിൽ ശഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ അഅദാ യാ അർഹമർ റാഹിമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹ്.